Good morning, students. April 18 നമ്മൾ S4 സെമസ്റ്ററിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. S4 സെമസ്റ്ററിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട പേപ്പർ പഠിക്കേണ്ടത് ഇതാണ്, പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ്. ഈ ഒരു പേപ്പർ പഠിക്കേണ്ടത് കോമൺ ടു ഓൾ ബ്രാഞ്ചസ് എക്സെപ്റ്റ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി. ഈ ബ്രാഞ്ചുകാർ പഠിക്കേണ്ട പേപ്പർ പ്രോബബിലിറ്റി, റാൻഡം പ്രോസസ് ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ്. അപ്പൊ ഈ ബ്രാഞ്ച് ഒഴിച്ച് മറ്റുള്ള എല്ലാ ബ്രാഞ്ചുകാരും പഠിക്കേണ്ട പേപ്പറാണ് പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ്. ഈ പേപ്പറിന്റെ കോഡ് MAT-202. നമ്മൾ ഈ പേപ്പറിനെ കുറിച്ചാണ് പറയുന്നത്. പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന പേപ്പറിനെ കുറിച്ചാണ് പറയുന്നത്. ഈ പേപ്പറിന്റെ കോഡ് എന്താണ്? MAT-202 ആണ്. ഈ പേപ്പറിൽ മൊത്തം 5 മോഡ്യൂളാണ് നമുക്കുള്ളത്. We have 5 modules. Module 1, discrete probability distribution. First module, discrete probability distribution ആണ്. Module 2, continuous probability distribution ആണ്. രണ്ടാമത്തെ module, continuous probability distribution. Module number 3, statistical inference. Module number 3, statistical inference. Module 4, numerical methods 1. Module 5, numerical methods 2. ഇങ്ങനെ 5 മോഡ്യൂളാണ് നമുക്ക് പഠിക്കേണ്ടത്. അങ്ങനെ മൊത്തം നമുക്ക് 100 മാർക്കിന്റെ പേപ്പറാണ് യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് വരുന്നത്. 50 മാർക്ക് ഇന്റേണൽ മാർക്ക്, അങ്ങനെ മൊത്തം 150 മാർക്കാണ് ഈ ഒരു പേപ്പറിന് നമുക്ക് നേടിയെടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ റെഫർ ചെയ്യേണ്ട ടെസ്റ്റുകൾ, 2 ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. ടെസ്റ്റ് 1 JL Dever പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് സയൻസ് 8th എഡിഷൻ. അതാണ് ഫസ്റ്റ് ടെസ്റ്റ്. സെക്കൻഡ് ടെസ്റ്റ് എർവിൻ ക്രൈസിംഗ് അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 10th എഡിഷൻ. ഈ 2 ടെസ്റ്റുകളാണ് നമുക്ക് ഇതിനെ റെഫർ ചെയ്യാനുള്ള 2 മെയിൻ ടെസ്റ്റുകളായിട്ട് പറയുന്നത്, ടെസ്റ്റ് 1 ആൻഡ് ടെസ്റ്റ് 2. അപ്പം മൊത്തം 5 മോഡ്യൂളാണ് നമുക്കുള്ളത്. ഇനി ഈ 5 മോഡ്യൂളിന്റെയും പ്ലേലിസ്റ്റുകൾ ഞാൻ എൻ്റെ ചാനലിൽ, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്ലേലിസ്റ്റിന്റെ പേര് ഇതാണ്, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. നിങ്ങൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന ചാനലിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് കാണാം. അത് ഫസ്റ്റ് മോഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ അതിൽ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ചോദിക്കാൻ സാധ്യതയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ അതിലേക്ക് വീഡിയോ ചെയ്ത് എൻ്റെ ആൻസർ അതിൽ ചെയ്തിട്ടുണ്ട്. 3ാമത്തെ മോഡ്യൂൾ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നിങ്ങൾ ധാരാളം അത് റെഫർ ചെയ്യണം. 2ാമത്തെ മോഡ്യൂൾ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. 2ാമത്തെ ഒരു പ്ലേലിസ്റ്റിന്റെ പേര് ഇങ്ങനെയായിരിക്കും, കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഈ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് യൂണിവേഴ്സിറ്റി ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, ഓൾമോസ്റ്റ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ വീഡിയോ ചെയ്ത് അതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 3ാമത്തെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറഞ്ഞ ഒരു പേര് കൊടുത്ത്, പ്ലേലിസ്റ്റിന്റെ പേര് കൊടുത്ത് അതിലേക്ക് ഞാൻ അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി 4ാമത്തെ മോഡൽ ന്യൂമറിക്കൽ മെത്തേഡ്സ് 1. ന്യൂമറിക്കൽ മെത്തേഡ്സ് 1 ആണ്. ന്യൂമറിക്കൽ മെത്തേഡ്സ് 1ലും യൂണിവേഴ്സിറ്റി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വീഡിയോ ചെയ്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. 5ാമത്തെ മോഡ്യൂൾ എന്താണ്? ന്യൂമറിക്കൽ മെത്തേഡ്സ് 2. ന്യൂമറിക്കൽ മെത്തേഡ്സ് 2ലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഈ വീഡിയോ ചെയ്ത് ഞാൻ എൻ്റെ ചാനലിൽ, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന ചാനൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ മൊത്തം നമുക്ക് 5 പ്ലേലിസ്റ്റുകളാണുള്ളത്. ഈ 5 മോഡ്യൂളും 5 പ്ലേലിസ്റ്റിലായിട്ടാണ് നിൽക്കുന്നത്. ഈ 5 പ്ലേലിസ്റ്റുകൾ നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം നല്ലൊരു ധാരണ കിട്ടും. പിന്നെ നമ്മൾ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പരീക്ഷയ്ക്ക് ഇത് എഴുതാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ റെഫർ ചെയ്യാം. റെഫർ ചെയ്തിട്ട് നിങ്ങൾ വെറുതെ വീഡിയോ കണ്ടു പോകാതെ നിങ്ങളത് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് കിട്ടുള്ളൂ. നമ്മൾ വെറുതെ വീഡിയോ കണ്ടുപോയതിന്റെ കാര്യമില്ല. മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത് പഠിക്കുന്തോറും നമുക്കത് കൃത്യമായിട്ട് മനസ്സിലേക്ക് അത് ഫീഡ് ചെയ്ത് വരും. അപ്പൊ നമുക്ക് ഈ ആദ്യത്തെ 2 മോഡ്യൂളൊക്കെ ഉള്ളത് പ്രോബബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ +2 പ്രോബബിലിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കുറെ കൺസെപ്റ്റുകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇന്റഗ്രേഷൻ കൺസെപ്റ്റുകളുണ്ട്. ആ ഒരു കൺസെപ്റ്റുകളൊക്കെ വെച്ചിട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ, ഇങ്ങനെയുള്ള കൺസെപ്റ്റ് ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ 2 മോഡ്യൂൾ പഠിക്കുക. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസും മറ്റൊരു പ്രോബബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മോഡ്യൂളാണ്. പിന്നെ ന്യൂമറിക്കൽ മെത്തേഡ്സ്, അത് ക്ലിയറിക്കലായിട്ട് കുറച്ച് വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു പ്രൊസീജിയറാണ് അതിൽ നടക്കുക. അപ്പൊ ഇത് അവസാനത്തെ 2 മോഡ്യൂൾ വളരെ സിമ്പിൾ ആണ്. അവസാനത്തെ 2 മോഡ്യൂളും, മോഡ്യൂൾ 4ഉം മോഡ്യൂൾ 5ഉം മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ വളരെ പറ്റിയ പേപ്പറുകളാണ്. നമുക്ക് ചെറിയ ഫോർമുലാസ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ മാർക്കിന്റെ
ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അപ്പൊ അത് കാൽക്കുലേറ്ററിൽ തന്നെ നമുക്ക് കുറെ ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ. കാൽക്കുലേറ്ററിൽ തന്നെ ആ കൺസെപ്റ്റ് എടുത്ത് കിട്ടിയാൽ പെട്ടെന്ന് നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. അങ്ങനെ ഈ 5 മോഡ്യൂളും നിങ്ങൾ കൃത്യമായിട്ട് കവർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച മുതൽ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പൊ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഈ വീഡിയോസ് കൃത്യമായിട്ട് നോക്കി.